അപ്പൊ പോയേക്കല്ലേ? ഞാൻ പോയി അപ്പനെ വിളിച്ചിട്ടുണ്ട്. ആളക്കൊന്നല്ലപ്പാ ഇത്. ഇതാരപ്പണ്ട് അടങ്ങാൻ പോവുകയാണ്. തേവരുടെ വണ്ടിയാ. பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா அறிவு கட்டம் புண்டம். பார்த்து நிக்காம எல்லாத்துக்கும் வெளியே போடுறா. அச்சா ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. சொன்ன டேட் எல்லாமே முடிஞ்சு போச்சு. இனி ஒன்னு சொல்ல வேண்டாம். ஏய் கலா எழுந்திரு. போடா வட்டி. தூக்கு வெளியே போடுறா. சரி முடியடா. വേഗം വേണം. തെങ്ങേ നടക്കണമെന്നോ ഞാൻ കേറി ഊറ്റാടാ. ഏടാ നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണു. അയ്യോ ഞാൻ കൊക്കേ വീട്. ഇവിടെ കിടന്ന് പഴുക്കട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്നെ കൊല്ലല്ലേ അനിയന്മാരെ. എടാ പന്നി മക്കളെ, അവൻ മലയാളീസാണ്. ഒന്നുകൂടെ പിരിയടാ അവനെ. അയ്യോ വേണ്ട 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 വേണ്ട. നിർത്ത്. അമ്മ പൂങ്കാവനം അന്ത മലയാളത്തമാരെന്നെ എന്നാവതെ ഹൃദയാണതെ. വീട് പണയപ്പെടുത്തി പണം വാങ്ങിയാൽ തിരിച്ചു തരേണ്ടി വരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം. അല്ലാതെ നാട്ടിൽ നിന്ന് റൗഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തേവരെ തോൽപ്പിക്കാവുന്നാണോ വിചാരം? അയ്യോ, ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ. വണ്ടി കേടായതുകൊണ്ട്. മോളെ, നിന്നെപ്പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത്. അവർക്ക് കുറച്ചാളും കൂടെ അവധി കൊടുക്ക്, അവര് തരും. താനാരാ? ലോറിയായിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇയാളാരാ? അവര് പണം തന്നില്ലെങ്കിൽ ഇയാൾ തരുമോ പണം? തരും. അവര് തന്നില്ലെങ്കിൽ ഞങ്ങള് തരും പണം. പണം ഒരുപാട് കണ്ടവരാ ഞങ്ങള്. അതെ, ഒരുപാട് അലമാരികളിലെ പണവും സ്വർണവും ഒക്കെ വേണ്ടല്ലേ. എങ്കി വീരവാദം പറയാതെ പലിശ സഹിതം വേഗം കണക്ക് തീർക്ക്. എന്താ പണക്കിഴി നാട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയോ? ഞാനിവിടെ പാറുവെന്നേ വിളിക്കുള്ളൂ. നാട്ടിൽ ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പെമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവന് നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവർക്ക് നേരത്തെ തുടങ്ങി. തന്റെ നാട്ടിലെ ഗുണ്ടായിസ് ഇവിടെ എടുത്താലുണ്ടല്ലോ, പിന്നെ ജീവനോടെ താൻ തിരിച്ചു പോയില്ല. ഇത് തേവരുടെ മോളാ.
ഇത് തേവരുടെ നാടും ഓർത്തോ. നീ ഇങ്ങനെ ആളെ പേടിപ്പിക്കലേ പറഞ്ഞു, ഞാൻ ഉറക്കത്തിക്കിടന്ന് ഞെട്ടും. നീ പോർക്കും കൂടെ അബ്ദു എന്ന് കേട്ടിട്ടുണ്ട, വെടിമറ ചാക്കോ എന്ന് കേട്ടിട്ടുണ്ട. അതിനേക്കാളും വലിയ താപ്പാനിയൊന്നും അല്ല ഈ തേവാര്. എടീ, പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. നീ ആർക്കിട്ട് പേശുന്ന തെറിയുമാ? അവന്റെ മോന്ത കിട്ടൊന്ന് കിട്ടിയപ്പോ മലയാളം പറഞ്ഞ കേട്ടല്ല. എന്താണ് നിന്റെ പേര്? രാജാക്കന്ന്. ശരിക്കുള്ള പേര് പറടാ. രാജപ്പൻ ഫ്രോം തലശ്ശേരി. രാജപ്പ, മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പോലെ നോക്കും, മനസ്സിലായോ? എന്റെ പാറു, ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദേഹത്ത് തൊട്ട ഈ കൈ പിന്നെ ചുമ്മാ ഇരിക്കുക. അത് ഈ കൈയുടെ കുഴപ്പമാണ്. ഇവനാണെങ്കിൽ തേവാരെന്നാ തേവാര, ആളെന്നാ തേവാര, മകളെന്നാ ഒന്നും നോക്കിയല്ല. കേറി അങ്ങോട്ട് പെരുമാറിക്കളി. ദേഹത്ത് തൊട്ട താൻ ആരെയും കയറി ഇങ്ങ് തല്ലൂ. അത്രയ്ക്ക് ചങ്കൂറ്റമാണെങ്കിൽ എന്റെ ജോലിക്കാരെയല്ല, എന്നെയാണ് താൻ തല്ലേണ്ടത്. തല്ലടോ, ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. തല്ല്. ആണാണെങ്കിൽ തല്ല്. എന്താടോ തല്ലുന്നില്ലേ? തല്ലടോ. അമ്മ പാറു, പൂങ്കാവനം. ആകെ തല്ലിപൊളിയാക്കി. വണ്ടി വിട്ടോ വിട്ടോ. എന്ത് അവിവേക നിങ്ങൾ ഈ കാണിച്ചത്? അടി എരന്ന് മേടിച്ചാ പിന്നെ എന്ത് ചെയ്യും? അയ്യോ, ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇനി ഈ നാട്ടിൽ നിൽക്കുന്ന ബുദ്ധിയല്ല. വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. പണിക്കരായിട്ട് ഇങ്ങനെ പേടിച്ചാല് അവയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. അല്ല, പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. നിങ്ങൾ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. തേവരുടെ കുടുംബത്തിന് അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ്. ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ. ഇത്രയും കാലം ഞങ്ങൾക്ക് ഈ അവധി നീട്ടിത്തന്നത് ആ കൊച്ചിന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. ചിലപ്പോഴൊക്കെ രഹസ്യമായിട്ട് ചിലർ സഹായങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഛേ, എത്രയൊക്കെ വന്നാൽ ഒരു പെങ്കൊച്ചല്ലേടാ, അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു. അപ്പ ഒരുമാതിരി എന്തോന്നു അടിയടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാല് മാറണം. നീ അടിക്കാൻ പറഞ്ഞ അവനെ അടിക്കുവാ? പിന്നെ എന്നാ അപ്പനെ അടിക്കടാ, അടിക്കടാ, അപ്പനെ അടിക്കടാ. എന്നാ അടിക്കുന്നില്ലേ? അടിക്കടാ. അയ്യേ, ചമ്മിപ്പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയേ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. ഇങ്ങോട്ട് വാടാ. എടാ, മുണ്ടഴിച്ചിട. എന്നിട്ട് അണ്ടർവെയർ ഇട്ട് നിൽക്കാനാ? മുടക്കി കുത്തൊഴിക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി ആരെയാ തല്ലേണ്ടത്? അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കയിലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. തിമറ് വേണ്ട, തിമറ് വേണ്ട, വേണ്ട. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്തടാ പട്ടികളെ, തെണ്ടുകളെ, ഊളന്മാരെ, എന്തടാ നിന്റെ കണ്ണാക്കിൽ പിണ്ണാക്ക് തള്ളിക്കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി. അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. ഏയ് വേണ്ട, இந்த അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. இந்த അരുമயான മുഖത്ത് ആരോ ഒരുവൻ അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ നിലഞ്ഞു നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങളാരും ഉണ്ടാവില്ല. കേട്ടല്ല കച്ചറ മലയാളിസേ. ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആ ലോറി. അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ്ങ് തന്നേരും. തരില്ല, തരില്ല, തരമാറ്റേൻ. ആ ലോറി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് ജാമ്യം നിന്നതല്ലേ? ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്നെ തിരിച്ചു തല്ലണ? തല്ലിക്കോ. ആദ്യമായിട്ടൊരു പെണ്ണെ തല്ലിന്റെ ദോഷം അങ്ങനെ തീർന്നോട്ട. അടിക്കടി. എന്താ അടിക്കണില്ലേ? ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക്. ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം. മോളെ മതിയപ്പ, മാപ്പ് പറഞ്ഞ് നമസ്കരിച്ച് കിട്ടിയല്ലോ ലോറി. അപ്പുറം വയ്ക്കേ. ചേച്ചി, അതെ ഞങ്ങൾ എടാ മതിയടാ, വളഞ്ഞു ഒടിഞ്ഞു പോകും. വളഞ്ഞാലെന്താ ലോറി കിട്ടിയാ പോരെ? ആ ലോറി നീ എടുത്തു, എന്നിട്ട് 4 നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ടെ. എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി. ഇവള് മിടുക്കിയാണല്ല. ഇത് ജാക്കിച്ചാന്റെ പെങ്ങളാ. ഇതെന്തൊരു ജന്മോ? തേവറയ്യാവർത്.
பஞ்சாயத்துக்கு முன்னாடி எல்லாம் சொன்ன மாதிரி செய்யும். ഇതാരടാ ഇപ്പൊ? പറഞ്ഞത് കേട്ടില്ലേ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വല്ല പിരിവിനും വന്നതായിരിക്കും. யார் நீங்க? ஊருக்கு புதுசா? പ്രസിഡന്റ്, ഇവിടുത്തെ തേവരുടെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നെങ്കിൽ പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടായി അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിയിടണം. എന്തിനാ ഇവരുടെ ലോറി പിടിച്ചെടുത്ത്? തേടാ പ്രസിഡന്റ് മലയാളീസാടാ. ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മലയാളീസിന് എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും. കാര്യങ്ങൾ ഞാൻ പറയാം പ്രസിഡന്റെ. ഇവിടുത്തെ തേവരെന്ന് പറയുന്ന കൊച്ചാണനുണ്ടല്ലോ, മഹാനാറിയ. തേവർ ആൾക്കാർ മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു. എന്റെ പിള്ളേർ അവന്മാർക്കിട്ട് ശരിക്കും കൊടുത്തു. പിന്നെ തേവരുടെ മോള് ദാ പിശാചു വന്ന് കുറച്ച് ജാട കാണിച്ചപ്പോ ഇവൻ അവക്കിട്ടൊന്നും കൊടുക്കുകയും ചെയ്തു. ഈ നിസ്സാര കാര്യത്തിനാണെന്ന് ഈ തെണ്ടിയിൽ ലോറി പിടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ വിഷമം കേട്ടിട്ട് പ്രസിഡന്റ് പോകണ തരുമെന്ന് മക്കളെ. വേണ്ടപ്പാ, വിട്ടിട്ട്. പ്രസിഡന്റ് തേവരാണ് മക്കളെ. നിന്റെയൊക്കെ ശവം പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ഗേറ്റ് തുറക്കൂ. തേവരുടെ മോളെ ഉപദ്രവിച്ചിട്ട് ജീവനും കൂടി ഇവിടുന്ന് പോവാന്ന് കരുതിയോടാ. അയ്യോ, അതിന് മാപ്പ് പറയാൻ കൂടിയാ ഞങ്ങള് വന്നത്. പോരാത്തതിന് ഈ പെങ്കൊച്ച് അവന്റെ പുറം പൊളിയുന്ന മുതൽ അടി അടിക്കുകയും ചെയ്ത്. അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ? ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ. ഇനി അവര് പൊയ്ക്കോട്ടെ അപ്പാ. അതെ, വാ മക്കളെ. പോകാൻ വരട്ടെ. കുഴഞ്ഞ കുറെ ശൂരന്മാര് നാട്ടിൽ നിന്ന് വന്ന തേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കൈയോടെ പോകുന്നത് ശരിയാണോ? രാജാക്കണ്ണ്, പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും. സ്തോത്രം. ഇതാ താക്കോലും ആരാധവും. പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്വമൊക്കെ കാട്ടിയത്? ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തും തരും തേവര്. കരുത്തും തൻ്റെ ഇടവും തന്നെയാണ് ഈ തേവരുടെയും പിൻബലം. അതിന് ക്ഷതമേക്കാൻ ഈ തേവര് സമ്മതിക്കില്ല. തങ്കവേലു, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അല്ല ദേവാരെ, ഇതിപ്പോ കാര്യങ്ങൾ ഒരു ഞാൻ വടക്കം പാട്ടിലുള്ള ഈ മല്ലനെ ജയിക്കാൻ ഞങ്ങൾ 3 പേരും കൂടെ വിചാരിച്ചാൽ നടക്കില്ല. എന്തൊരു സൈസാണ് കയറാൻ പറഞ്ഞു. അതുകൊണ്ട് അപ്പനെയും ഇവനെയും വെറുതെ വിട്ടേക്ക്. എന്നെ വേണമെങ്കിൽ ഇവൻ കടിച്ചു കയറ്റി നോട്ടെ. പക്ഷെ ഒരു കാര്യം, അപ്പന്റെ ഇവന്റെ ദേഹത്ത് ഒരു പോറ പോലെ കേൾക്കാൻ പാടില്ല. വേണ്ട, അയാള് പറഞ്ഞ കേട്ട് നീ വലിയ ടൂർണമെന്റിനും നിൽക്കണ്ട. പണിക്കുമായിട്ടുള്ള ഇടപെടാൻ വെച്ചാൽ നിങ്ങൾ തമ്മിൽ തീർത്തോ. എന്റെ പൊന്ന് ദേവരേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിന് മാപ്പും പറഞ്ഞു. പിന്നെയും പറഞ്ഞ മാപ്പ് ഞങ്ങളോട് എക്സ്ക്യൂസ് മീ. ഞങ്ങളിനൊരു കുഴപ്പത്തിനും പെടുന്നില്ല. ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ. ഏക മനസ്സുള്ളപ്പോ തന്നാ മതി. വാടാ മക്കളെ. ഇതിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അങ്ങോട്ട് മാറി നിൽക്കടാ പാട്ടി. ഞാനും കൂടെ ഇറങ്ങി അവനെ ഏൽപ്പട്ടെ. നീ നിക്ക് വെറുതെ തടി കിടാക്കണ്ട. അവൻ കൈകാര്യം ചെയ്തോളും. പുറത്തു വന്ന് നമുക്ക് അടിക്കല്ല. ബലത്തി എഴുതാം. ചാടി ചവിട്ടറാ. അവന്റെ കൂമ്പിനെ ഔട്ടറാ. അത് കാലക്കി മോനെ. ഓഹോ, പറന്നടിക്കടാ.
നീ തൊമ്മന്റെ മോൻ തന്നെ. അടിച്ച് കൊല്ലണവന്മാരെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് വാ വാ. ദേവാര് പറഞ്ഞതുപോലെ ഇത് രണ്ടും ഞങ്ങൾ എടുക്കണം. എന്തും തരാന്ന് പറഞ്ഞതല്ലേ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പാറുവിന് എനിക്ക് കെട്ടിച്ചു വേണ്ട, വെറുതെ പ്ലഷർ കൂട്ടണ്ട, ചുമ്മാതെ ചോദിച്ചതാ. പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലെ കയറി ഇന്ന് അലോൻസ് ചെയ്യരുത്. ഞങ്ങൾക്കാരുടെ ഓചാരം ഒന്നും വേണ്ട. പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി താനെടുത്ത് മുടുങ്ങി പോട്ടെ. ഹാ, എടാ എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ അത് ദേവരേട്ടൊരു മനോവിഷമാകത്തില്ല മോനെ. എന്തെങ്കിലും മേടിച്ചോണ്ട് പോടാ. പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങ് രസായനങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ? അതുകൊണ്ട് ഈ മുതലിനെ ഞങ്ങളങ്ങോട്ട് കൊണ്ടുപോകുക. എന്നെ കൊണ്ടുപോവല്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? ദേവരയ്യ, കാപ്പാത്തുക. എല്ലാം മിശിഹാ തമ്പുരാന്റെ തീരുമാനങ്ങളാ. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ല. ഇത്രയൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാൻ, എന്നാലും നിങ്ങളുടെ ആകെയുള്ള സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അതൊക്കെ ഇനി ഉണ്ടാവും മണിക്കരേട്ടാ. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല. ഇനി ഇത് നിങ്ങളുടെ വീടാ. ആ, നല്ല മസലുകൾ. ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ? അങ്ങടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ, നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് വിറകിറാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണൻ എന്നല്ല, അടിമക്കണ്ണൻ എന്നാണ്. എടാ അടിമക്കണ്ണൻ, നീ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു. എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതോട്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശാപം. പക്ഷേ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ഇത് തെറ്റാണോ? തെറ്റാണോ? പോയി തടകടാ പോത്തെ. അടിമക്കണ്ണൻ, എന്തോ എങ്ങനെയുണ്ടാ നമ്മുടെ ആ തേവാത്തി? എങ്ങനെ 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 എങ്ങനെ? ചുമ്മാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. തേവാര മകളെ ആ, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ അവളുടെ കയ്യിലൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. വൃത്തികെട്ട സ്വഭാവം? ആ, ആരെങ്കിലും അവളെ കുളിക്കോർത്ത് കുളിഞ്ഞു നോക്കിയാ മോഹടിച്ച് പൊട്ടിക്കൊന്നേ. ഒരു ദിവസം എനിക്ക് ഇട്ടിട്ട് കിണ്ണിട്ടേ എന്റെ മറുക തെറിച്ചു പോയതാണ്. എന്നിട്ട് രണ്ടാമത് മുളച്ചു വന്നാണത്. ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേണ്. എന്നൊരു കാര്യം ചെയ്യ്, ഇപ്പുറത്തൊരു കശുവണ്ടി പരിപ്പ് കൂടി മേടിച്ച് ഒട്ടിച്ചു നോക്ക്. അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. അതെടുത്ത് മാറ്റടാ. ഉണക്കമുന്തിരി കളയാ. ഇന്നത്തെ റേഷൻ കഴിഞ്ഞല്ല, പിന്നെന്താടാ ഒരു ബോണസ്? അപ്പനൊന്ന് വേഗം വാപ്പ, അവൻ എത്ര നേരമായി കടന്ന് വിളിക്കണത്? ഇന്നെന്താണ് രണ്ടും ഒറ്റക്കെട്ടാണല്ല? ഞങ്ങൾ എന്നേ ഒറ്റക്കെട്ടാണ്. 10ഉം 12ഉം വയസ്സുള്ളപ്പോ അനാഥാലയത്തിൽ നിന്ന് ചാടിയത് തന്നെ ഒരു കെട്ടുമായിട്ടാണ്. അങ്ങനെയല്ലേ കടത്തിനെ കിടന്ന് അപ്പനെ കെട്ടി. അന്ന് മുതൽ കട്ടും ഓട്ടിച്ചും കള്ളു മേടിച്ചു വന്ന അപ്പനെ ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി. എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അപ്പം വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ചങ്കിക്കുത്തുന്ന വർത്താനം പറയരുത്. നിന്റെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു കുറവ്? സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല ഒന്നാം തരം ഒരു അപ്പൻ. ഇനി അമ്മ വേണോടാ? ഓ, ഇനി എനിക്ക് കേട്ടാൻ വയ്യ. എന്റെ മേരിക്കുട്ടിയുടെ ആത്മാവിന് വിരാന്ത് പിടിക്കും. അപ്പൊ അതല്ലപ്പാ, പിന്നെന്താ? അവനൊരു കൂട്ട് വേണമെന്ന്. എടാ, അവന് കൂട്ടല്ലേ നീ? നിനക്ക് കൂട്ടവൻ, നിങ്ങക്ക് കൂട്ടി ഞാൻ. പിന്നെന്ത് പുതിയ കൂട്ട്? അതല്ലപ്പാ, അവനെ ഒരേ കുഞ്ഞിക്കാല് കാണണമെന്ന്. അത്രേ ഉള്ള. നാളെ അംഗനവാടി വിടുമ്പോ അപ്പന്റെ മക്കൾ അപ്പന്റെ കൂടെ വാ. എത്ര കുഞ്ഞിക്കാല് മോന് കാണണം? അപ്പൻ കാണിച്ചു തരായേ. അപ്പൻ എന്ത് കോപ്പാണ് ഈ പറയണത്? എന്താടാ? അപ്പ ഇവനെ പണിക്കരുടെ മോളാടെ മോളാട് ഒരു ഡിങ്കോൾഫി. ഡിങ്കോൾഫിയാ? അതെന്താണ്? ലപ്പേ ലപ്പ്. ഇവര് ലപ്പാണെന്നാര് പറഞ്ഞു? അവൻ പറഞ്ഞു. അവൻ നിന്നാടെ പറഞ്ഞെന്നുള്ളത് നേരാണ്? പിന്നല്ലാതെ. എടാ, അവൻ അങ്ങനെ ദുരിതച്ചുണ്ടെങ്കിൽ ആദ്യം എന്നാട് വേണ്ടേ പറയാൻ? പിന്നെ ഞാൻ എന്തിനാണ് അപ്പന്റെ കുപ്പായി വിട്ടാണ് നടക്കണത്? അവന്റെ അപ്പൻ തൊപ്പം നീയല്ലല്ല.
ഞാനല്ലേ? നീ കേട്ടതിന്റെ എച്ചിലേക്ക് ഞാൻ തന്നെ പട്ടിയാ. അതല്ലപ്പാ, അത് അപ്പനുള്ള റെസ്പെക്ട് കൊണ്ട് പറയായിരുന്നാണ്. നേരാണോ? പിന്നല്ലാതെ മക്കളുടെ പ്രേമ അപ്പന്മാരോട് പറയാൻ നോക്കുക. സത്യമാണോ? ഇരിയടാ പട്ടി, ചേടാ പന്നി. സത്യം പറഞ്ഞോളാം, നിന്റെ പ്രേമം ഒറിജിനലാണോ അതോ കുന്നുങ്ങളാണോ? ഒറിജിനലാ. അപ്പനെ ഒന്ന് പണിക്കരേട്ടനോട് രഹസ്യമായിട്ട് സംസാരിക്കണം. ഇവിടെ അപ്പൻ എന്തിനാണ് പണിക്കോട് രഹസ്യമായിട്ട് സംസാരിക്കണത്? നീ എന്താ പെണ്ണ് പിടിക്കാൻ പോണം? അപ്പൊ നാളെ പോയി പരസ്യമായിട്ട് ചോദിക്കും. എന്താപ്പാ? ഏയ്, അതൊന്നും വേണ്ട. പിന്നെ നാളെ നമ്മള് പരസ്യമായിട്ട് ചോദിക്കുന്നു.